അടുത്തതെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് യൂസിങ് അറേസ് ഇൻ പൈത്തൺ. സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ numpy എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. സോ ആ numpy യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ പല ഓപ്പറേഷൻസുകളും ചെയ്യാവുന്നതാണ്. സോ ആ numpy യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ numpy എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ലൈബ്രറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു തവണ ഈ ഒരു numpy ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. സോ ആ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് ജസ്റ്റ് പിപ്പ് ഇൻസ്റ്റാൾ numpy എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സാധനം റൺ ആവും. അതായത് ഇതുപോലെ ടെർമിനലിൽ നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ numpy എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആവും. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, numpy ചെയ്യുക. എപ്പോഴും നമ്മളൊരു എക്സ്റ്റേണൽ ലൈബ്രറി യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനുള്ള കീവേഡാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ numpy. ഓക്കെ, അങ്ങനെ കൊടുക്കുക. ഒന്നെങ്കിൽ ഇമ്പോർട്ട് numpy, എന്നിട്ട് ഈ ഒരു numpyനെ നമ്മളൊരു കീവേഡിനകത്തേക്ക് കൊടുക്കണം. സോ ഇമ്പോർട്ട് numpy ആസ് NP എന്ന് പറയാം. സോ നമ്മൾ ഇനി അങ്ങോട്ട് numpy യൂസ് ചെയ്യുന്നിടത്തൊക്കെ numpy എന്ന് ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് NP എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാനൊരു അറേ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ARR എന്ന് പറയുന്നൊരു വേരിയബിളിനകത്തേക്ക് ഞാനൊരു അറേ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ numpyയുടെ അകത്തുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ NP ഡോട്ട് എന്ന് നമ്മൾ കൊടുക്കണം. അതിനുശേഷം അറേ എന്ന് ടൈപ്പ് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ, എന്നിട്ട് നമ്മൾ ആ അറേ ഡിഫൈൻ ചെയ്യുക. ദറ്റ് ഈസ് 1, 2, 3, 4, 5. ഈ ഒരു അറേയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ARR. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണിക്കും. ഇതിപ്പോൾ അറേ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല, numpyക്കകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് അവൈലബിൾ ആണ്. അത് നമ്മൾ ഫർദർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യണമെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. സപ്പോസ് 1, 2, 3 എന്ന് കൊടുത്തതിന് ശേഷം കോമ ഇട്ടിട്ട് അടുത്ത ടേം 2, 3, 4 എന്ന് ഞാൻ കൊടുത്തു. ഈ ഒരു മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഏറ്റവും എല്ലാം കൂടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. സോ മെട്രിക്സ് ആയതുകൊണ്ട് ഞാനിങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ അതൊരു മെട്രിക്സ് ആയിട്ടായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. സോ പൈത്തണിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയുള്ള മെട്രിക്സ് ഡെഫിനിഷനൊന്നും നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ numpy യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. numpykകകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സപ്പോസ് NP ഡോട്ട് പൈ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പൈയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എക്സ്പൊണൻഷ്യലിൻ്റെ വാല്യൂ, അതുപോലെ ഡിഫറെൻ്റ് ഓപ്പറേഷൻ, സൈൻ ഓഫ് സംതിങ്, അല്ലെങ്കിൽ കോസ്, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് numpy യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇവിടെ NP ഡോട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പറേഷൻസുകൾ കാണാം. ഇതൊക്കെ നമുക്ക് numpykകകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് എല്ലാം ഒന്നും നമുക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാവുന്നതാണ് ആ ലൈബ്രറി. സോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ അറേ വേണമെങ്കിൽ ഇതുപോലെ ഒരു അറേയുടെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ആവും. അതുപോലെ 2 വാല്യൂസുകൾ, 2 മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം നമുക്ക്. ഇനി അതല്ല, അതിനെ ഒരു മെട്രിക്സ് നിന്ന് അതിനെ ഒന്ന് റീഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ റീഷേപ്പ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് 1Dനെ 2D ആക്കാനും അങ്ങനെയുള്ള പല ഓപ്പറേഷൻസുകളും നമുക്ക് numpykകകത്ത് അവൈലബിൾ ആണ്. അതുപോലെ സമ്മ് കാണാം. ഒരു അറേക്കകത്തുള്ള കംപ്ലീറ്റ് വാല്യൂസിന്റെ സമ്മ് കാണണമെങ്കിൽ, മീന് കാണണമെങ്കിൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ numpy യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് numpyയിലുണ്ട്. അത് നമ്മൾ ഫർദർ പല ഓപ്പറേഷൻസുകളും ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. സോ ഇതുപോലെയുള്ള അഡീഷണൽ ഓപ്പറേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, numpy എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യാം. ഇതുപോലെ പല പല ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ
ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് ഞാനിവിടെ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ ലെക്ചറിലും അവസാനം കൊടുക്കുന്ന പോലെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ടോപ്പിക്സിനും വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ChatGPT ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ജസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പൈതൺ പ്രോഗ്രാം ChatGPT കാണിച്ചു തരും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് അതൊന്ന് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. സോ പ്രോഗ്രാമിങ്ങിന്റെ ഫണ്ടമെന്റൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഈ എക്സാമ്പിൾസുകളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചിലപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.